ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഞങ്ങളെ മറന്നോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. വീഡിയോ ഇടാനും ഒന്നിനും പറ്റാത്തൊരു സാഹചര്യവും അവസ്ഥകളും മോശമായിട്ടൊരു അവസ്ഥയിലൂടെ തന്നെയാണ് പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ഒന്ന് കഴിഞ്ഞ് വന്നിരിക്കണം. അപ്പോൾ എന്നും നിങ്ങൾ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു രക്ഷയില്ല. ചിങ്ങമാസം ഒന്നും നമ്മളവിടെ ആയില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ മനഃപൂർവ്വം നമ്മളത് ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടാൽ നമുക്ക് വേറെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ശബ്ദം എന്താ വീഡിയോ ഇടാത്തതിന് ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നില്ല. അത് കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നവരൊക്കെ നോക്കിയാൽ എന്താ വീഡിയോ ഇടാത്ത വീഡിയോ കാണാനില്ല. അപ്പം ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിലും യൂട്യൂബിലും വാട്സാപ്പിലൊക്കെ നിങ്ങളുടെ വീഡിയോ കാണാനില്ലല്ലോ ചോദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ അതാണ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊരു വീഡിയോ ഇട്ടത് കേട്ടോ. നമുക്ക് തുടങ്ങിയാലാണ് കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകൊണ്ട് വന്നിരുന്നില്ല. ഇപ്പൊ അങ്ങനെ അച്ഛൻ അമ്മ കുളിക്കുമ്പോള് കാർത്തൂന് ഇന്നിപ്പോ എനിക്കുണ്ട് എന്താന്നുള്ള ഒരു പിടുത്തമില്ല. എന്തായാലും ഭരണത്തെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം. അസുഖം സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വന്നിക്കുന്നത്, കുഞ്ഞിൻ്റെ വീട്ടിൽ പോയി തീർപ്പിലാക്കി കൂടെ എല്ലാവരും സ്നേഹത്തോടെ പോകുന്നതല്ല നല്ലത്. ഏതെങ്കിലും ഒരു ഫാമിലി മുന്നോട്ട് വന്നാലേ പ്രശ്നങ്ങൾ സോൾവ് ആവുകയുള്ളൂ. അച്ഛനും കുഞ്ഞിന് വരണം എന്ന ആഗ്രഹമില്ലേ? ഒത്തുതീർപ്പാക്കാൻ ഇതിനു മുൻപ് ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് പ്രത്യേകിച്ച് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടാണ്. കണ്ണ് കാഴ്ച കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അക്ഷരമൊന്നും ക്ലിയർ അല്ല. കണ്ണിൻ്റെ കാഴ്ച മങ്ങി വരുന്നുണ്ട്. ഇത്ര ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛനോട്. ഇപ്പോൾ ആ നോക്കണൊക്കെ അറിഞ്ഞപ്പോൾ അപ്പം അങ്ങനെ അപ്പോൾ പറഞ്ഞ മാതിരി ഇതും കൂടി കേട്ടപ്പോൾ സന്തോഷമായി. അത് കാര്യമില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാത്തിനും സമയമുണ്ടല്ലോ. ദാസാനെല്ലാം പ്രശ്നങ്ങൾ മാറുന്നത് പ്രതീക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. എന്തിനാണ് സംഗീത എപ്പോഴും അന്വേട്ടൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് അമ്മയെയും അച്ഛനെയും? അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, മനുഷ്യരല്ലേ, തെറ്റു പറ്റില്ലേ? എല്ലാ വീട്ടിലും പ്രശ്നം ഉണ്ടാവും. നമ്മളെല്ലാം മനുഷ്യരല്ലേ? അവർക്ക് വയസ്സായില്ലേ? വീട്ടുകളെ വിട്ടുകള സംഗീത. അങ്ങനെ എല്ലാം നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട്. അതും അന്വേട്ടനെ അടുത്തിരുത്തിക്കൊണ്ട്. എന്തുകൊണ്ടാണ് അന്വേട്ടനെ അടുത്തിരുത്തിയിട്ട് ഞാൻ അത് പറയണത്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒളിച്ചോ മറിഞ്ഞോ കമന്നോ ഒന്നല്ല ഞാൻ പറഞ്ഞത്. ഈ അന്വേട്ടനെ ഇരുത്തിയിട്ട് തന്നെ എന്താ പറഞ്ഞത്? എന്താ വെച്ചാൽ ഈ പറയണത് ഞാൻ പറയണേക്കാളും ഉചിതം ചിലപ്പോൾ അന്വേട്ടനായിരിക്കും. അതായത് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മ തന്നെയാണ്. പറഞ്ഞിട്ടല്ല, കാശുള്ളവരുടെ കൂടെ സ്നേഹം കൂടുതൽ രണ്ടിട്ട് കാണിക്കും, വേറെ ഒന്നുമല്ല. ഇന്നതൊക്കെ ആവശ്യങ്ങളൊക്കെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ കാശില്ലാത്ത മോന് സ്നേഹം കൊണ്ട് പൊതിയ ഈ മരുവോളെ ഇപ്പൊ കണ്ണ് നിറയെ ഇപ്പൊ ഞങ്ങളെ കാണും. 10 ഓപ്പറേഷൻ എൻ്റെ ലൈഫിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 10 ഓപ്പറേഷൻ കഴിഞ്ഞ് 4 ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ആദ്യ ഡെലിവറിയിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യത്തിലും അന്വേഷണൻ്റെ വീട്ടിൽ നിന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആരും ഉണ്ടായിട്ടില്ല. എൻ്റെ മോള് മരിക്കുവാൻ സീരിയസ് ആയ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം RCCയിൽ കിടക്കുന്ന സമയത്ത് അച്ഛന് യാത്ര പിന്നെ തന്നെ ഞങ്ങളത് അഡ്ജസ്റ്റഡ് ആയിരുന്നു. ശരിയല്ല, അച്ഛൻ വയസ്സായത്. പക്ഷെ അച്ഛൻ ആ സമയത്ത് തന്നെ ചെന്നൈക്ക് കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിട്ടാണ്. എന്നെ സംബന്ധിച്ചപ്പോൾ നാളെ എൻ്റെ മക്കൾക്ക് ഒരാവശ്യം ഞാനാണ് ഓടിയെത്തുന്നത്. മറ്റുള്ള എന്ത് കാര്യം മാറ്റി വെച്ചാൽ എൻ്റെ മക്കൾക്ക് എൻ്റെ ലൈഫിൽ മുൻഗണന, എൻ്റെ മക്കൾക്കായാലും മരുമകനായാലും പേരക്കുട്ടിക്കായാലും എൻ്റെ ലൈഫിൽ ഞാൻ മുൻഗണന കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്തുള്ള ലോകത്ത് അന്വേഷണം നിങ്ങൾ ഉൾക്കൊള്ളണ്ട. അത് എൻ്റെ ഭർത്താവാണ്. അത് നോക്കണം. അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവര് പറയണത് അത് നമുക്ക് വിഷമം. പറയാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ ചോദിച്ചോണ്ട് ഈ അടുത്ത കാലത്തോടെ അമ്മയ്ക്ക് അച്ഛൻ വയ്യാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങള് പോവാമ്മ ഡോക്ടറെ, നീ ഡോക്ടറെ നമ്മള് വണ്ടി ഇല്ലാത്ത സമയത്തൊക്കെ ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നു. പിന്നെ നമ്മൾ കാറ് പഠിച്ചതിന് ശേഷം പല സമയങ്ങളിലും ഹോസ്പിറ്റലിലേക്ക് പോവാ, അല്ല വയ്യാണ്ടായി പോവാ, നമുക്ക് വണ്ടിയായിട്ട് വരാന്ന് പറഞ്ഞാൽ
നീ വന്നാലേ മറ്റുള്ളവർക്ക് അതൊരു വിഷമാവും, മറ്റുള്ളവർ പിന്നെ വരില്ല. ഇത് അനുഭവിച്ചതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഇത് കൂടുതൽ വീട്ടിൽ കൊണ്ടുപോകണ്ട. എന്റെ അച്ഛനും അമ്മ തന്നെയാണ്. ഞാൻ കുറ്റം പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്തായാലും ആർക്ക് എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അനുഭവം പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും അനുഭവം അറിയാം ഞങ്ങളെ ഞങ്ങൾ എന്തൊക്കെ നേരിട്ടുണ്ടെന്ന്. എന്റെ മക്കളുടെ കാര്യം എന്തെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വരില്ല. ബാക്കി എല്ലാ മക്കളുടെ പേരോടുള്ള പരിപാടിക്കൊക്കെ ഇവിടുത്തെ ഒരു കൂട്ടമുള്ള പരിപാടി അതിന് മാത്രം ഒരു തെറ്റും ഞാനും അതിനാണ് ഈ 2 വ്യക്തികളോട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അറിവില് ഞങ്ങളുടെ ലൈഫില് അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കാറ്റഗറി കാശില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രശ്നം. കാശില്ല എന്നുള്ളതിന്റെ ഏറ്റവും നമ്മൾ ദുഃഖിക്കുക. പുറമെന്ന് ആരും നമ്മൾ രണ്ടിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ പേരൻസ് തന്നെ നമ്മളങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം. ഇപ്പം എനിക്ക് 4 മക്കളിലും ഞാൻ ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടുള്ളവരുടെ കൂടെ ആയിരിക്കും ഒരു അച്ഛനമ്മ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്തിരിക്കും. അവിടെ ഇല്ലാണ്ട് ലൈഫിൽ സപ്പോർട്ടെന്ന് വെച്ചാൽ കാശ് കൊണ്ട് തരാനല്ല, നമുക്ക് നീ വിഷമിക്കണം ഒക്കെ ശരിയാവും ആ ഒരു വാക്ക് മതി, ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി നമുക്ക്. പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇല്ലാതെ ഞങ്ങൾ എവിടെ പറയാനും ഒരു മടിയോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തായാലും പ്രായമായവരാണ് നമ്മൾ. എന്നാലും ആവശ്യം ഞങ്ങൾ ആരെയും നോക്കാറില്ല. ഞങ്ങളോട് പെട്ടെന്ന് ഇപ്പം ഇന്നായാലും ഇപ്പം അച്ഛന് വയ്യാന്ന് പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. ഇപ്പം രാവിലെ അമ്പലത്തിൽ ഒരാൾ പോയി വയ്യാണ്ട് അവിടെ കുറച്ചായിരുന്നു. അവിടെ വന്നു എൻ്റെ മക്കളെ പൊന്നിൻ്റെ ഏൽപ്പിച്ചു. അവരെ ചൂഷണ ഭക്ഷണം പോലും എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല. എൻ്റെ മക്കൾ എന്തിനാ ബേക്കറി നിന്നിട്ടിരിക്കുന്നത്. ഇപ്പം സമയം എത്ര മണി 6:55 ബേക്കറി ഐറ്റംസ് നിന്നിട്ടായിരിക്കണം. ഭക്ഷണം പോലും ഇതൊന്നും ചോദ്യമില്ല. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് ചോദിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ മക്കൾ എവിടെ ഏത് നിമിഷം എന്താ ആർക്കും സംഭവിക്കുക പറഞ്ഞിട്ട് കുറ്റങ്ങളല്ല ആരും കാണണ്ട. അങ്ങനെ കാണുകയാണെങ്കിൽ ഇപ്പൊ നിവൃത്തിയൊന്നും ഇല്ല. പറഞ്ഞ അമ്മയെ തല്ലേ 2 ഭാഗം തന്നെ. അപ്പൊ അതിങ്ങനെ ഇങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ ഞങ്ങള് അനുഭവിച്ചത് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ബെസ്റ്റ് ഫാമിലി, താങ്ക് യു. നിങ്ങൾ എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു, ഒത്തിരി സന്തോഷം. നമ്മളെ ഇഷ്ടമാണ്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. കുറച്ച് ആൾക്കാർ ദൂരിൽ 80% ആൾക്കാർ നമ്മളെന്നെ തെറ്റിദ്ധരിച്ച് കാണും. കുറച്ച് ഫേസ് പാക്ക് കൂടി ഷെയർ ചെയ്യാം. എൻ്റെ കുറേ ഫേസ് പാക്കുള്ള ഇതുണ്ട്, ഞാൻ ചെയ്തിരുന്നുണ്ട് ഒരുപാട്. പക്ഷെ നേരെ നമുക്ക് ഒഴിവുപോലെ എല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. തിരിച്ചു പോകാൻ കഴിയുമെങ്കിൽ ജീവിതത്തിലെ ഏത് കാലഘട്ടത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഏതായാലും ഇത് മനസ്സിലായി കണ്ടപ്പോ എനിക്ക് 15 വർഷം എൻ്റെ അച്ഛനും അമ്മയുടെ കൂടെ ജീവിച്ചത് നല്ലൊരു കാലഘട്ടം, നല്ല സന്തോഷം. ഇപ്പൊ പക്ഷെ അതിലുപരി ഞാൻ പറയട്ടെ, എന്നെ ഇത്രയും ലൈഫിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊക്കെ എന്നെ കൈ വിടാണ്ട് നോക്കിയത് അതിന് വേണ്ടാണ് കേട്ടോ. എനിക്കതൊന്നുമില്ല പറ്റില്ല. എൻ്റെ വീടിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴായാലും, എൻ്റെ അമ്മയ്ക്ക് അനിയത്തിക്ക് ആരും ഇല്ലാത്തപ്പോഴും, എൻ്റെ അമ്മയെ അനിയത്തിനെ ഏറ്റെടുക്കാനായാലും ഒക്കെ മനസ്സ് കാണിച്ചത് എൻ്റെ അതിന് വേണ്ടാണ്. അപ്പോൾ ആ ഒരു കാലം പിന്നെ ലൈഫിൽ നല്ല കാലഘട്ടമാണ്. അച്ഛനും അമ്മയും മക്കളുടെ ലൈഫ് ഞാൻ എന്നോട് പറയണത് നല്ല കാലഘട്ടം. ഏറ്റവും നല്ല കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായത്, നിങ്ങൾ 4 മക്കളാണെന്നുണ്ട്, അല്ല 2 മക്കളുണ്ടായിരുന്നുള്ളൂ. പൊന്നും കുഞ്ഞനും നിങ്ങൾ 2 ആളും കൂടി ഗൾഫില് ഇപ്പോഴും റാസ ഗെയിം കാണുന്നത് ഒരു ആഗ്രഹം തോന്നി. ഞങ്ങളുടെ ആ ഒരു നല്ല കാലഘട്ടം ഞങ്ങൾക്ക് ദൈവം സമ്മാനിച്ചത്. 1 മാസം അല്ലേ, 2 മാസം. ആ 2 മാസമാണ് നിങ്ങളുടെ ജീവിതത്തില് സന്തോഷം സമാധാനം എല്ലാം ഉണ്ടായി. ഇപ്പോഴും നല്ല സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ ആ ഒരു 2 മാസം അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും കടങ്ങളില്ല, കടങ്ങൾ പുറമെന്നുള്ള കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുറമെന്നുള്ള കടത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുക. അതുകൊണ്ട് കുറച്ച് ഫേസ് അത് ഇപ്പം എല്ലാം നല്ല കാലഘട്ടം. അച്ഛനമ്മയുടെ കൂടെയുള്ള കാലഘട്ടം, വേറൊരു കാലഘട്ടം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ലൈഫിൽ ഇവിടെ അത്യാവശ്യം അമ്മായിമ്മ പോലൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ അറിയണ കാര്യമാണ്. മുതലുകൊണ്ട് അങ്ങനെ കുറച്ച് പോരൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉള്ള ലൈഫിൽ ഞാൻ എൻജോയ് ചെയ്ത കാലഘട്ടം ഞങ്ങളുടെ തട്ടുപുറം. ഞങ്ങളുടെ തട്ടുപുറത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ തല്ലോട്ട് വഴക്കാണെങ്കിലും നിങ്ങളറിയാം എപ്പോഴെപ്പോഴും അമ്മ നമ്മോട് അത് എൻ്റെ ഒരു ഇഷ്ടാട്ടാ. അത് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പനക്കാരിൽ കാഷ്വാലിറ്റിയുടെ പുറത്തിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ
ഇത് ഏത് തരത്തിലുള്ള ഇഷ്ടമാണ് ഒന്നുകൂടി കറക്റ്റ് വെച്ചാലാണ് ഇരിക്കാൻ പറ്റും. വലിയ വയസ്സായി നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു വൃത്തികെട്ട ചിന്താഗതിയോടുള്ള ഒരു ഇഷ്ടമല്ല അത്. ഇത് ഈ ഇഷ്ടത്തിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഒരു അച്ഛന്റെ സ്ഥാനത്ത് കാണാം അല്ലേ? തീർച്ചയായിട്ടും കാണാം. ഭർത്താവിന്റെ സ്നേഹം ഉണ്ടാവും, മൂത്ത മോന്റെ സ്നേഹം എങ്ങനെ വേണം. അപ്പൊ ഏത് തരത്തിൽ വേണം. എന്താ വെച്ചാൽ ഞാൻ അനിയന്റെ ഭാര്യയോട് പറഞ്ഞു അവിടെ വല്ല അനിയന്റെ അവിടെ വല്ല വിസ ഡ്രൈവർ വിസ കാലുണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു. തിരിച്ചു പോവാനുള്ള കാര്യങ്ങൾ നോക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഇരിക്കണത്. അപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഞാൻ ഉണ്ടാവുന്നല്ല നെഞ്ചു പൊട്ടി ചാവും ചിലപ്പോ. അല്ല പിടുത്തം വിട്ടു മക്കളെ സത്യമായിട്ട്. അതുകൊണ്ടാണ് എന്താ ഞാൻ അടുത്ത ചോദിക്കും ബാക്കി. ഹോം മെയ്ഡ് ഗരം മസാല റെസിപ്പി ഇടാട്ടോ. നമ്മള് ചിക്കൻ മസാലക്ക് പൊടിച്ചേക്കാല്ലോ അത് ഇടാട്ടോ. പിന്നെ ഹായ് അച്ഛ അമ്മ കുണുക്കൻ ആൻഡ് കുണിക്ക്. എൻ്റെ മാരേജ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചേക്കും. മാരേജ് ആയിട്ടില്ല. ആകുമ്പോൾ പൊന്നു ചേച്ചി വേണം മേക്കപ്പ് ചെയ്യാൻ. എൻ്റെ പ്ലേസ് കൊട്ടാരക്കര ആണ്. എനിക്ക് അച്ഛൻ ഇല്ല, മരിച്ചു പോയി. 3 ഇയർ ആയി. എൻ്റെ മാരേജിന് നിങ്ങൾ എല്ലാവരും വരുമോ? പൊന്നു ചേച്ചിയുടെ കൂടെ അച്ഛനും വേണം, വന്ന് എന്നെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും. പൊന്നീശ്വരൻ മേക്കപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടോ വലിയതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ നമ്മളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ കൃപയിലൊക്കെ നമ്മുടെ നമ്പറുണ്ട്. ആ നമ്പർ കൊടുത്തിട്ട് ക്ഷണിച്ച് സമയം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞങ്ങളെ പെട്ടെന്ന് സമയമാണെങ്കിൽ ഞങ്ങൾ എന്തായാലും വന്നിരിക്കും. ഒരു അച്ഛൻ്റെ അനുഗ്രഹം സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കാനും എൻ്റെ രണ്ട് കഴിഞ്ഞിരിക്കാനും. എൻ്റെ എൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ എന്തായാലും യോഗമല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ വരാൻ 100% വരാൻ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ വരും. ഞാൻ ഒന്നും പറയാം. ഇപ്പം എന്നും ആസ്പത്രി കേസ് അതുകൊണ്ട് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും കേട്ടോ. അതെനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അച്ഛൻ ഇല്ല എന്ന് പറയുമ്പോൾ അതില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ, ഉള്ളവർക്ക് അറിയില്ല. അമ്മയുടെ ബ്യൂട്ടി ടിപ്സ് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറഞ്ഞുതരാം. കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച്. കുറേ ഞാൻ മൊത്തമൊക്കെ ഫേസ് പാക്ക് ഞാൻ ഇട്ടത് ഇപ്പോൾ കുറച്ചായിട്ട് ഒന്നിനും നേരമില്ല. അതാണ് ഹെയർ കെയർ റൊട്ടീൻ പറയാമോ? ആരുടെ? എൻ്റെ ഹെയറാ ഇത്? വെപ്പല്ലേ അങ്ങനെ. പിന്നെ ലവ്ച്ചിനെ പറഞ്ഞിട്ടുണ്ട്. സംഗീത എന്തിനാണ് ഷെബീനെ ഡാ പോട എന്നൊക്കെ വിളിക്കുന്നത്? അനിയേട്ടൻ നടക്കുന്നത്. അനിയേട്ടനല്ല, അനിയേട്ടനെ സംഗീതയുടെ അമ്മ ഇങ്ങനെ വിളിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അമ്മയോട് കുറിച്ച് കാര്യം പറഞ്ഞു. സംഗീത അനുവേട്ടനോട് അത് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അനുവേട്ട അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞില്ല. എൻ്റെ അമ്മടിക്ക് കുറെ കാര്യം പറഞ്ഞ അപ്പൊ പ്രത്യേകിച്ച് അഭിപ്രായം നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് തെറ്റായിട്ട് ഞാൻ പറയാൻ പോണേക്കാൾ പിന്നെ തന്നെ എന്നോട് പറയുകയും ചെയ്യുന്നത് പറയാൻ പോണേത് പറയും. അങ്ങനെ പിന്നെ ഞാൻ ഉറപ്പുണ്ട്. ഞാൻ മോശമായിട്ട് ഒരാളോടും ഞാൻ അമ്മോടെ അച്ഛനോടാണ് ഞാൻ പെരുമാറുന്നത് തന്നെ എന്നെ ഉറപ്പാണ്. പിന്നെ അത്ര ഷെബീനെ ഡാ പോടാന്ന് വിളിക്കാം. ഞാൻ പൂട്ടിണ്ടാ ഒന്ന് നോക്കിയേ. ഇല്ല കമ്മിന്റെ അമ്മ എന്തിനാ ഷെബീനെ ഡാ പോടാന്ന് വിളിക്കണേന്ന്? ബഹുമാനില്ല ഗൈസ്. അതെ ഡാന്ന് വിളിക്കണത് എന്തുകൊണ്ടാ? ഞങ്ങളെ അമ്മായിമ്മമാരെന്നുള്ള ബന്ധമല്ലേ? ഞങ്ങൾ ഫ്രണ്ട്സുകൾ അന്ത്യനോട് അല്ലടാ. അതാണ്. അപ്പൊ എന്റെ അമ്മ അതിഥികളോട് വിളിക്കുന്നത് കളിച്ചോട്ടെ. ശബ്ദം ഉണ്ടാക്കി രണ്ടെടുത്ത് ഞാൻ പുറത്തിടും കേട്ടാ.
അപ്പൊ കണ്ടിട്ടാന്ന് വിളിച്ചപ്പോൾ അവൻ വന്നു. അതായത് അന്വേട്ടനെ എൻ്റെ അമ്മ വിളിച്ചിരുന്നു, ഇല്ല അന്യുവെന്ന് വിളിച്ചിരുന്നുള്ളൂ, മോനെ അന്യുവെന്ന് ഞാൻ അന്വേട്ടനെ വിളിച്ചിരുന്നു. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അമ്മായിക്ക് ഒരു റെസ്പെക്റ്റ് ഉള്ള കാലഘട്ടം. ഇന്ന് റെസ്പെക്റ്റ് ഒന്നും ഇല്ല. എൻ്റെ അനിയുടെ കല്യാണം ആദ്യമായിട്ട് ഗൾഫ് അമ്മ യാത്ര പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ കാലൊക്കെ പിടിച്ച് അനിയപ്പടി ഇന്ന് ഇവര് ചെയ്യുന്നത്, അതൊന്നും ഇവര് ചെയ്യണില്ല. പിന്നെ ഇവരെ എന്തിനാ ബഹുമാനിക്കണത്? അങ്ങനെയൊന്നല്ല. ഞാനിപ്പോൾ ഇവനോ ഷെബി ആയാലും ഇവരോടൊക്കെ ഞാൻ ഭയങ്കര ഫ്രണ്ട്സുകളാണ് ചെയ്യാം. ഇപ്പൊ കുടുക്കിനോടായാലും കുടുക്കോടായാലും കുടുക്ക ഇടയ്ക്ക് വിളിക്കും, സംഗീത എന്ന് വിളിക്കും. അപ്പൊ അതൊന്നും നമ്മൾ സ്നേഹമുള്ളടത്ത് എന്ത് വിളിച്ചാലും അപ്പൊ പ്രശ്നമില്ല. നമ്മൾ പിണങ്ങി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ എന്ത് വിളിച്ചാലും അത് പ്രശ്നമാവും. ഇപ്പൊ ഞങ്ങളെല്ലാവരും നല്ല സ്നേഹത്തിനും ഞങ്ങളുടെ ബന്ധം നല്ലൊരു നിലയ്ക്കാണ് പോണത്. എനിക്ക് എൻ്റെ ഭാര്യ എന്നുള്ള ബോധമുണ്ട്, അവൻ്റെ ഭാര്യയുടെ അമ്മ എന്നുള്ള ബോധവും അവനുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം ഇടാൻ പോകാന്ന് വെച്ചോളൊന്നും കുഴപ്പമില്ല. ഇത്ര വയസ്സായി മുതലേ ഞാൻ അന്യോന്ന് വിളിക്കാറുണ്ടല്ലേ. അതിപ്പോ ഞാൻ വിഷമമായിട്ട് തോന്നിയിട്ടില്ലണ്ടാ. ഒരു അച്ഛൻ അമ്മ എന്ന നിലയ്ക്ക് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഒരുപാട് ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, സത്യമാണോ? ഒരുപാട് ന്യൂസ് വെച്ചാൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ പാടാത്ത ഒരുപാട് ന്യൂസുകൾ കേൾക്കണ കാലം. പക്ഷെ ഒരു പെണ്ണെന്നുള്ള നിലയ്ക്കല്ല, പെണ്ണിനായാലും ആണിനായാലും ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്മാരകം എന്ന് പറഞ്ഞില്ലേ, ഇന്ന് അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടു പൊന്നു വഴിയിൽ നിന്ന് ഒരു ഭാര്യ ഇട്ടെറിഞ്ഞ് പോയി, 2 മക്കളെ ഇട്ടെറിഞ്ഞ് പോയി. ഒരാള് ഞാൻ പൊന്നിനെ കണ്ടു, പൊന്നു വർത്തന്നു. അതിവിടെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു പോയി. ആ ഒരാളുടെ അവസ്ഥ കാണുമ്പോൾ ഞാൻ കരഞ്ഞു പോയി. ഒരു പെണ്ണ് കാരണം ആ മനുഷ്യൻ്റെ ജീവിതം അവിടെ തകർത്തു. അപ്പോൾ പെണ്ണായാലും ആണായാലും പ്രത്യേകിച്ച് ഒന്നും പറയാൻ എല്ലാവർക്കും എല്ലാം അറിയാം. മക്കൾക്കൊരു ജീവിതം ഇനി കിട്ടും, മക്കൾക്ക് ജീവിതം കിട്ടി. ഈ മനുഷ്യന്റെ ജീവിതം എന്ത് ശാപം ചെയ്തിട്ടാന്ന് അറിയില്ല. ഇങ്ങനെ ഒരു പെണ്ണിനെ ആ മനുഷ്യൻ കല്യാണം കഴിക്കണമെന്ന് ആ മനുഷ്യന്റെ എന്തോ മുൻജന്മം ചെയ്ത ശാപമായിരിക്കും ഇങ്ങനെ ഒരു ഭാര്യ കിട്ടിയത്. ആ ഭാര്യയ്ക്ക് നല്ല ജീവിതമുണ്ട്, കുട്ടികൾക്ക് ഇന്നലെ നാളൊരു ജീവിതമുണ്ട്. പക്ഷെ ഈ മനുഷ്യന്റെ ജീവിതം വീട്ടിലെ പണിയെടുത്ത് പണി ജോലിക്കും പോയി ജീവിതം തീർക്കുക. ഇതന്നെ അത് കുറെ അനുഭവങ്ങളുണ്ട്. കുറെ അനുഭവം, ഒരു അനുഭവം ജീവിച്ചിരിക്കുന്ന ഒരു അനുഭവം കണ്ടു. അത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞോട്ടാ. എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു കഥ കേട്ടപ്പോൾ, ആ മനുഷ്യന്റെ ഒരു അവസ്ഥ കേട്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. നമ്മൾ മനുഷ്യർ അപ്പം എനിക്കൊന്നും പറയുന്നത് എല്ലാം അറിയുന്നവരാണ്, ഈ ജനറേഷൻ എല്ലാം അറിയണവരാണ്. ചെയ്യുന്നത് മൊത്തം തെണ്ടി തിരങ്ങുമാണ്. പിന്നെ ഇപ്പം എന്തെന്നാ പറയാ, അറിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഹായ് പറയൂ. ഹായ്. കുറുമ്പ് കാണിക്കരുത്. കുണിക്കുമ്പോൾ തലയിൽ എന്താണ്, കുണിക്കുമ്പോൾക്ക് തലയിൽ എന്തെണ്ണയാണ് തേക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, നീലപ്രങ്ങാതിയാണ് തേക്കാറ് കേട്ടോ. ഒരു അച്ഛൻ അമ്മ എന്ന നിലയ്ക്ക് പറഞ്ഞു ചോദിച്ചു. ഒരു ചേച്ചി കുക്കിംഗ് റെസിപ്പി പറയുമ്പോൾ ഒന്ന് സ്ലോ ആയി പറയണം. സ്ലോ ആയിട്ട് പറയട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതാക്കിയിരുന്നു. പൊന്നൂന് രണ്ടാമത്തെ വിശേഷമുണ്ട്. പൊന്നൂന് രണ്ടാമത്തെ ഇല്ലല്ലോ, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇല്ല കേട്ടോ. കുഞ്ഞെ വിളിച്ചപ്പോൾ എന്ത് തോന്നി? ഒത്തിരി സന്തോഷം. ഒരുപാട് നാൾക്ക് ശേഷം സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റി. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയോട് കൂടി കിടക്കാൻ പറ്റില്ല കേട്ടോ. സൗണ്ട് ഉണ്ടല്ലോ. കുഞ്ഞിനെ പോയി വിളിച്ചു. എല്ലാത്തിനും ഒരു സമയം, എല്ലാ സമയമാകുമ്പോൾ നമ്മൾ പോയി വിളിക്കൂട്ടാ. ഒരു ഹായ് തരുമ്പോൾ എനിക്ക് ഈ ഫാമിലിയെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ പേര് രശ്മി. ഹായ് രശ്മിക്കും രശ്മിയുടെ ഫാമിലിക്കും ഹായ്. കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലേ? അതില്ല, അതിരിക്കോ. കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലേ? ഒത്തിരി ആഗ്രഹമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മൂക്കുത്തി കളക്ഷൻ ചെയ്യുമോ? പ്രത്യേകിച്ചൊന്നും ഇതൊക്കെ തന്നെയുള്ളൂ, വേറെ ഒന്നും എൻ്റെ കാര്യമില്ല. നമ്മളിൽ പ്രത്യേകിച്ച് കുറേ ഓർണമെൻറ്റ്സോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ കാണുന്ന നമ്മളുള്ളത് കൊണ്ട് ഓർണമെന്റ് എടുക്കണ നമ്മൾ അത്ര നേരം ഇട്ടിട്ടുള്ളൂ. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കി. പിന്നെ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. നമ്മുടെ ലൈഫിൽ അപ്പുറത്തെ ഒരു കാര്യം തന്നെയാണ്, ഇപ്പുറത്തെ എന്തെങ്കിലും ഒരു കാര്യം.
ഇതിൽ നമുക്ക് ഒരാളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പിന്നെ നമ്മളൊക്കെ ഒരാൾ ഒളിച്ചോടി പോയതിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാം. നിങ്ങളല്ലേ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പിന്നെ ഞാൻ ഒന്നാമത്തെ ആദ്യം പറയണത് മക്കളെ, ഒളിച്ചോടുന്ന ലൈഫ് ഒരിക്കലും സേഫ് അല്ല. 100 ഇപ്പോൾ 10-12 സേഫാണ്, ബാക്കിയുള്ളത് മൊത്തം പ്രശ്നങ്ങളും പരാജയങ്ങളും നമ്മൾ കണ്ട് കേട്ട് വരുന്നിടത്തോളം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പല ചെക്കന്മാരും കൊണ്ടുപോയിട്ട് പെൺകുട്ടികളെ കൊല്ലുക, വിഷം കൊടുത്തോലെ അത് ഇത് ചെയ്യുക എന്നുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഒളിച്ചോട്ടത്തിന് നിൽക്കും, ഒളിച്ചോട്ടത്തിന് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിലൊരു കുട്ടി ഒളിച്ചോടിയപ്പോൾ അപ്പുറത്തെ ഒരാൾ വിളിച്ച് പറയണം, മോളിൽ തെറ്റൊന്നും ഇല്ല എന്ന് അറിയാം. ആ കുട്ടി ഒളിച്ചോടി പറയണത് വേറെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വിളിച്ച് പറഞ്ഞാൽ മോളെ തെറ്റൊന്നും ഇല്ല എന്ന്. അപ്പോൾ ആ ആൾക്ക് വളർന്നു വരുന്നത് പെൺകുട്ടിയാണെന്ന് ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കണം, നാളെ ഞാൻ അപ്പുറത്തെ കുട്ടി ഒളിച്ചോടി പോയിട്ട് ഞാൻ വിളിച്ചു മോളിലൊന്നും തെറ്റില്ല എന്ന് എനിക്ക് അറിയാട്ടാന്ന് ഞാൻ കുണിക്കി വെച്ചിട്ട് പറയുമ്പോൾ കുണിക്കി നാളെ എന്ത് ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കുക. ഞാൻ എൻ്റെ മോളോടും ഒപ്പം ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, മോള് ചെയ്ത് തെറ്റൊന്നുമല്ല, മോള് ചെയ്യുന്നത് ശരിയാണെന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും അങ്ങനെ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ പോവാണ്ടിരിക്കട്ടെ. അത് ഈ പോയ ആളെ തന്നെ സോപ്പിട്ട് പതക്കി എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെച്ചാൽ കിട്ടാൻ വേണ്ടി എന്നിട്ട് അതിൽ ചോര കുടിക്കണ ജന്മം അത്രേ ഉള്ളൂ. അതായത് ഈ ചെന്നായ്ക്കള് ഈ അതാണ് അവനാന്റെ പന്തുകാല് കൂട്ടി വെച്ചിട്ട് അതിങ്ങനെ മറ്റുള്ളവരെ ഒരു തരത്തിലാണെങ്കിൽ ഒരു തരത്തില് ലോകത്ത് എല്ലാവരും പ്രശ്നക്കാരാണ്. അതിന് നമ്മൾ നമുക്ക് ഓരോ അനുഭവങ്ങളും നമുക്ക് ഇപ്പം ഒന്ന് മലങ്കരയിലിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളവിടെ സ്റ്റാഫിനെ കണ്ടു, ഞാൻ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് അപ്പം നമ്മളോട് നല്ലോണം ഇടപെടും. ഇപ്പം നമ്മളൊരു മാസമായിട്ട് അവിടെ ഉള്ളവരും നമ്മൾ അതിൻ്റെ അവിടുത്തെ ഒരുപാട് സ്റ്റാഫായിട്ട് നല്ല നിലയ്ക്ക് നല്ല ഒരു കമ്പനി. അപ്പോൾ ഒന്നൊരു പെൺകുട്ടി ചേച്ചി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒക്കെ ഒരു എൻ്റെ ഏജ് ഉണ്ടാവില്ല, എന്നേക്കാൾ താഴെയായിരിക്കും കേട്ടോ. കുട്ടികൾ അധികമായിട്ട് +1 പഠിക്കുന്ന കുട്ടികളെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആളൊരു ജീവിതമാണ്. ഇപ്പോൾ ആളെ ഹസ്ബൻഡ് മരിച്ചു, 4-5 വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പല പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്നോടും പറയാം, ആളെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടല്ലോ ഇത്രയും ടെൻഷൻ ഉള്ള ആൾ എന്നോട് വന്നിട്ട് പറയാം, ഉള്ള കാലം ഹാപ്പി ആയിട്ട് ജീവിച്ചോളൂ, അടിച്ച് പൊളിച്ച് ജീവിച്ചോളൂ. ഞാൻ എന്നോട് ഒരുമിച്ചിരിക്കുമ്പോൾ വന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ കണ്ണെന്ന് പറയുന്നത് ഞാനും കണ്ടു കേട്ടോ. നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില അറിയുള്ളൂ. എനിക്ക് ഇന്നാളൊരു ഇൻസ്റ്റയിൽ ഞാനും എന്നോട് നല്ലൊരു റീല്, ഞങ്ങൾക്ക് നല്ലത് മറ്റുള്ളവർക്ക് നല്ലതാണ് എന്താണ് ഞാൻ പറയും. ഞാൻ ഒരു റീൽ എടുക്കുന്നത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും. അത് ഇന്നലെ നാളെ അതായിട്ട് എടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഞങ്ങളുടെ നല്ല കാലങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ നമുക്ക് വയസ്സാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും ഞങ്ങളുടെ കാലഘട്ടങ്ങൾ. നമുക്കിപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തിൽ ഓരോ കാര്യം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് അന്നത്തെ എത്രയോ നല്ല നല്ല ഞങ്ങളുടെ ലൈഫ്, നല്ല നല്ല നിമിഷങ്ങൾ, നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇപ്പോൾ കുണക്കൻ്റെ ആയാലും പേടിച്ച് കുണുക്കൻ്റെ ആയാലും കുണുക്കിയുടെ കുട്ടിക്കാലങ്ങൾ ഞങ്ങൾക്ക് മിസ് ചെയ്യില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒക്കെ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുഞ്ഞൻ പൊന്നു കുണുക്കൻ കുണിക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഞങ്ങൾ ഒരുപാട് നാളത്തെ ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങൾക്ക് മെമ്മറി ആയിട്ട് കാണും. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് പറഞ്ഞു ഇവരിത് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ്. ഇവർക്ക് സ്നേഹം ഒന്നിന് തന്തയ്ക്കും നല്ലയ്ക്കും നാളെ നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഈ ലൈഫിൽ നിന്ന് ഒരു അടി പിന്നാക്കി നിൽക്കില്ല. നാളെ മറക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് കേട്ടോ. നാളില്ലാതെ എനിക്ക് അത്ര നാളെ ഈ ഉമ്മകൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ല. അത് ഞാൻ പറയാം, എനിക്കത് ഞാൻ ഉമ്മ കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് വേറൊരു കണ്ണുകളോട് നിങ്ങൾ ചിന്തിക്കണോടും കാണണോണ്ടാണ്. എൻ്റെ അവസ്ഥ ഞാൻ ഒരു 15 വയസ്സിൽ അച്ഛൻ മരിച്ചിട്ട് 3 മാസമായപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ അച്ഛൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനോടായിരുന്നു. അതിന് പറയാൻ പാടില്ല എന്നാലും പക്ഷേ എനിക്ക് ഏറ്റവും അറ്റാച്ച്മെൻറ്റും ഏറ്റവും ഇഷ്ടം അച്ഛനായിരുന്നു. കുട്ടിയായിരുന്നു, അച്ഛനോടായിരുന്നു ഇഷ്ടം. അപ്പം അച്ഛൻ്റെ ആ ഒരു മരണത്തിന് ശേഷം ഓട്ടോമാറ്റിക്കലായിട്ട് അമ്മ 2 പേരുള്ള അച്ഛനോടും 2 പേരുള്ള അമ്മയോടായിരുന്നു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അച്ഛൻ മരിച്ചുകൊണ്ട് നമുക്ക് മാനസികമായിട്ട് നമ്മളാകെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തകർന്നേക്കുന്ന സമയത്ത് നിന്ന് എന്താ പറയുക അടിവസ്ത്രം കേടായി തുടങ്ങി. അത് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാവുമെന്നല്ല. ഇപ്പം നമ്മളിടുന്ന അടിയിലിടുന്ന വസ്ത്രമൊക്കെ അച്ഛൻ മരിച്ച് 3 മാസം അതൊക്കെ കേടായി തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു, കുളിക്കുമ്പോൾ ചോദിച്ചു ഇനി ആരോട്, എൻ്റെ അമ്മയ്ക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചോദിച്ചു ഇനി ആരോടെ പറയത് മേടിച്ചാൽ ആരോടെ പറയുക, ആരുള്ളത് മേടിച്ചാലാന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചൊരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അനുവേട്ടൻ്റെ പെണ്ണ് കാണാൻ വന്നതും നവംബർ 1 പെണ്ണ് കണ്ടതും നവംബർ 8 ഞാൻ
കല്യാണം ഉറച്ചത് ഞങ്ങൾ 15-ാം തീയതി. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ അനുവേട്ടൻ എനിക്ക് ഒരു കുറവും ഈ നിമിഷം വരെ എനിക്ക് വരുത്തില്ല. ഇപ്പം ഞങ്ങൾ സാമ്പത്തികയോട് കുറച്ച് പിന്നോക്കാണെങ്കിൽ പോലും ആ സാമ്പത്തികത്തിൽ പിന്നിലാണെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സിൽ ആ സ്നേഹം ഞങ്ങളത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കാവുന്നതിനേക്കാളും അപ്പുറത്താണ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പ്രശ്നത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ റീൽസോ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുന്നവരാണെന്നില്ല. നമ്മൾ ആരോടും അത് കാണിക്കണ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അവിടെ നിന്നാണ് ഞങ്ങളുടെ എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണ കേസിലുള്ള ഒരു പാട്ടിലെ ഒരു വരിയാണ്, എൻ്റെ ഭാഗ്യജാതകം നീ മാറ്റി എഴുതിയെന്നൊരു വരി ഉണ്ട് ആ ഒരു ലൈനിൽ. അത് സത്യമാണ്. എൻ്റെ ജാതകമാണ് മാറി, എൻ്റെ ലൈഫേ മാറി. ഒരു 15-കാരി വന്ന് കല്യാണം കഴിഞ്ഞ് വന്ന ഒരു വീട്ടിലേക്കല്ല ഞാൻ വന്നത്. വലിയൊരു കൂട്ടുകൂടം, ഉറച്ച് പണി, 24 മണിക്കൂറും പണി. രാത്രി 12 മണിയാണ് നടുന്ന് ഓർത്തിരിക്കും. 15 വയസ്സിലിട്ടാ. ഇന്ന് നമ്മുടെ ഇവിടെ ഓരോ 15 വയസ്സിലെ കുട്ടികൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ 15 വയസ്സിൽ നടു നിവർത്തി രാത്രി 12 മണിയാണ്. എന്നോട് പറ്റാവുന്നതിൻ്റെ അപ്പുറം ഞാൻ ആ വീട്ടിൽ പണി എടുത്തിട്ട് ഒരു 15-കാരി ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു വീട്ടിലെ സിറ്റുവേഷൻ. ഞാൻ ജീവിച്ചു വന്ന വീട്ടിലെ സിറ്റുവേഷനല്ല. ഞാൻ പറയാം ഞങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നാക്കാർ കുറച്ച് അതിൻ്റെ മുന്നൊക്കെ തന്നെ എൻ്റെ വീട്ടിൽ പണിക്കാരുണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ ഒരു ലൈഫും കണ്ടുണ്ട്. അച്ഛൻ നല്ല കാശിനൊന്നും ലാസ്റ്റ് അച്ഛൻ മരിക്കണോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ കാശ് അച്ഛൻ ചാരയെ നിരോധിച്ചോട് കൂടിയാണ് ഞങ്ങൾ സാമ്പത്തികമായിട്ടൊന്ന് പിന്നാക്കാവുന്നത്. അതൊക്കെ ഒരുപാട് എൻ്റെ വീട്ടിലത് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഞാൻ സഹിച്ചിട്ടുണ്ടെങ്കിലും എന്നെ പിടിച്ചു നിർത്തിയ ഒരു കാര്യമുണ്ട്. എൻ്റെ സ്നേഹം, എൻ്റെ എഴുത്തുകൾ, ഇതാണ് എൻ്റെ ലൈഫിൽ എന്നെ പിടിച്ചു നിർത്തിയത്. ഇന്നത്തെ ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ വീട്ടിലെ പ്രശ്നം കൊണ്ട് ഭർത്താവ് അല്ലാണ്ട് വീട്ടിലെ പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ സമയത്ത് ചെയ്യേണ്ട ഒരാളായിരിക്കും. പക്ഷേ അതൊന്നും ചെയ്യാണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആഴ്ചയിൽ ഒരു 3-4 എഴുത്തിൻ്റെ അന്വേഷണമായിരിക്കും. ഒരു എഴുത്തിന് 3-4 പേജ് ഉണ്ടാവും. ആ 3-4 പേജ് അത് വായിക്കുമ്പോ എന്റെ മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടോ അത് അങ്ങനല്ലാണ്ട് ഉണ്ണിയെ വിളിച്ചിട്ട് എഴുന്നേട്ട കാരണം ആ എഴുത്തുകൾ ആ എഴുത്തുകളാണ് എൻ്റെ ലൈഫിൽ എന്നെ പിടിച്ചത്. നീ എന്ത് നിങ്ങൾ തുള്ളാണ്, നിങ്ങൾ കാണിക്കുന്നത് മോശമാണ്, എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ല സ്നേഹത്തിലാണ് ഈ നിമിഷം വരെ. അഭിനയിച്ചിട്ടല്ല നാളത്തെ കാര്യം പറയാൻ നിമിഷം. അതായത് ഈ നവംബർ 15-ാം തീയതി വന്ന 27 വർഷം വരെ പോകണം. ഈ നിമിഷം വരെ അന്നത്തെ ഒരു സ്നേഹത്തിന് ഒരു കുറവും ഈ നിമിഷം വരെ വന്നിട്ടില്ല. കുറവുകൾ ഒന്നുകൊണ്ടും കുറവ് സ്നേഹത്തിന് വന്നിട്ടില്ല. സത്യമായിട്ടും പറയണം. സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നാക്കായാലും സ്നേഹത്തിന് ബുദ്ധിമുട്ടില്ല. അതാണ് അത്രയും പറയാം. നിങ്ങളിഞ്ഞ് പറയാണിത് എന്ത് ഒരു സെക്സാണ് പറയുന്നത്. ഞങ്ങളുടേതായ ലൈഫ് ഞങ്ങൾ എൻജോയ്. അത് നിങ്ങൾ വിചാരിക്കുന്ന രീതി അല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ ദാമ്പത്യം ഞങ്ങളാരും ഞങ്ങളുടെ ഭാര്യ ഭർത്താവ് എന്നുള്ളതിനൊരു ബോണ്ട് ഉണ്ട്. അത് ഭയങ്കര സ്ട്രോങ് ആണ്. അത് ഞങ്ങളിങ്ങനെ ഇരിക്കുക പറയാൻ തരുമ്പോൾ അത് അന്വേഷണത് കാര്യങ്ങൾ റീച്ചാന്ന് പോലെ തന്നെയാണ്. പക്ഷെ അന്വേഷണ മനസ്സിലൊരു കുളിർമ ഉണ്ടാവും കേട്ടോ. ആര് തരുമ്പോ അതൊരു കെയറിങ്ങാ. എന്താ വെച്ചാൽ ചിലപ്പോ അത് ഞാൻ പറഞ്ഞു ഒരു അച്ഛന്റെ സ്ഥാനത്ത് കാണാം. പല ഉമ്മയ്ക്കും പല തീർച്ചയായും എനിക്ക് എന്റെ അച്ഛൻ്റെ സാധനം എന്റെ അമ്മ ഇല്ലേക്ക് അച്ഛനും അമ്മ ഒന്നില്ല. അപ്പൊ എന്റെ അച്ഛനും അമ്മയും എനിക്ക് കൊടുക്കാൻ പറ്റാവുന്നത് ആ സ്നേഹം മാത്രമാണ്. അവരൊന്നും ഇല്ലാത്തതിന്റെ ഒരു സ്നേഹം. ഭർത്താവിന്റെ സ്ഥാനത്ത് ഭർത്താവിന്റെ സ്നേഹം, അച്ഛന്റെ സ്ഥാനത്ത് അമ്മയുടെ സ്ഥാനത്ത്, ഏത് തരത്തിൽ വേണമെങ്കിൽ വിഷമാവാന്നുള്ള കാരണമാണ്. എപ്പോഴും എന്റെ ഇടം വലുന്നുണ്ട് പൊന്നു കുഞ്ഞിനും അവരെന്നോട് ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ എന്നോട് ഭയങ്കരമായിട്ട് തകർന്നു കേട്ടാ. എനിക്ക് അഞ്ഞേട്ടൻ്റെ തായിക്ക് പോയേക്കാൻ എന്നോട് തറന്ന് ഇത്രയും അല്ലേ. അത് നല്ലൊരു വീഴ്ച എൻ്റെ ജീവിതത്തിൽ നല്ലൊരു വീഴ്ചയാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. അതെന്നൊക്കെ അത് കുറച്ച് തരണം ചെയ്ത് വന്നു. ഒരേ കാര്യങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ ചിന്തിക്കുന്നത് ഞങ്ങൾ കാശിനേക്കാൾ പതിവിക്കാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മക്കളെ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ലൈഫിലുള്ളൂ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ സ്നേഹിക്കാൻ. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണമെങ്കിൽ ഈ കടകളും കൂടി ഞങ്ങളുടെ 4 മക്കൾ ഞങ്ങളെ മക്കളും മരുമക്കളും പേരന്റോട് ഞങ്ങൾ സ്നേഹിച്ചു. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട.
വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് അവർ സ്നേഹിച്ചാൽ മതി. ഞങ്ങൾ അവരെ സ്നേഹിക്കാനും നേരം നോക്കാനും നേരം. അത് നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹം മാതിരിയാണ്. റിജോ നിങ്ങളുടെ ഒരു 3 വർഷം എന്തോ നിസ്സാര കാര്യത്തിന് പിണങ്ങി നമ്മളോട് എന്തോ നിസ്സാര കാര്യത്തിന്. ഇപ്പൊ അവൻ വന്നു തുടങ്ങി. അപ്പൊ അവന് വിഷമം 3 വർഷം ഞാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ. അപ്പൊ അമ്മയ്ക്ക് അവൻ എന്നെ വിളിക്കാറ്. എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാലും അമ്മ എന്താ പറ്റിയെന്നുണ്ട് അവൻ എനിക്ക് വിളിക്കാറുണ്ട്. പൊന്നിനോടുള്ള ചെറിയ പണം കൊണ്ട് അവൻ വരാറില്ല മാത്രം. അപ്പൊ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പോസിറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിലൊരു സത്യം നമ്മുടെ മക്കളെ പോലെ ചിന്തിച്ചാണ് റിജോനായാലും ഇപ്പൊ ഗോകുലായാലും അതാ നമ്മുടെ വീട്ടിൽ ആരും പറഞ്ഞ ആ കുട്ടിയായാലും അതെ അവരൊക്കെ നമുക്ക് നമ്മുടെ മക്കളിൽ എന്താണ് പൊന്നു. അത് മക്കള് പെണങ്ങണ മാതിരിയാണ്. നമ്മളെ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിരക്കിലും ഒന്നും നമ്മള് കണ്ടില്ല. അതാണ് അവരേനി നമ്മള് നിങ്ങളുടെ മക്കളെ പോലെ കാണുന്നു. അത്രയ്ക്കും അവര് നമ്മളെ അച്ഛമ്മന്ന് വിളിക്കുമ്പോ നമുക്ക് അച്ഛമ്മന്ന് വിളിക്കുമ്പോ ഞങ്ങൾക്ക് സന്തോഷ. റിജു ആയാലും ഗൂഗിളായാലും അച്ഛ അമ്മ എന്ന് വിളിക്കുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാ. അത് ഞാൻ വരടാ എന്തൊക്കെ ഞാൻ അവരെ വിളിക്കാം. ഗൂഗിളിനായാലും റിജോനായാലും ഒക്കെ എന്തൊക്കെ വിളിക്കാം. എനിക്ക് എൻ്റെ മക്കളിൽ എന്തിനാണ് റിജോ ഇത്ര നാൾ തന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഏതൊരു ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ലൈഫ് ഞങ്ങൾക്ക് മിസ് ചെയ്ത്. ഗോകുല ഞങ്ങളുടെ എങ്ങോട്ടും യാത്രയിലൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ എല്ലായിടത്തും യാത്രയിൽ വന്ന ആള് റിജോ. ഗോകുല് ബർത്ത്ഡേ ഉണ്ടായി. ആ ബർത്ത്ഡേ കളറാക്കാനുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഇവിടേക്ക് പേര് കുറച്ചേരം ഞങ്ങളുടെ അടുത്ത് നിന്ന് വർത്താനം പറയും. അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ റിജോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തൊട്ട് സെറ്റ് ചെയ്താണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുക. പിന്നെ അവൻ ജോലി കഴിഞ്ഞ് ഞങ്ങളെ കണ്ടിട്ടേ പോവൂ. ഒരു കാലഘട്ടം അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോ അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളോട് വർത്താനം പറഞ്ഞു. റിജോന്റെ അച്ഛനും അമ്മയ്ക്കാണ് അതൊരു വിഷമം ഉണ്ടാവും. എന്താ വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സമയം കുറെ ചെലവാക്കും. ഇപ്പൊ പള്ളിക്കും ഞങ്ങളുടെ അടുത്ത് പള്ളിയുടെ അവിടെ പോയിരുന്നു. അപ്പൊ പള്ളിയിലുള്ളവർക്ക് ഞാൻ പിള്ളേർക്ക് പ്രശ്നമാവുള്ളൂ. അവൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് കറക്റ്റ് എത്തുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എന്നാലും അവൻ്റെ കൂടെ പപ്പളൊന്നുമില്ല. ഒറ്റ മോനാ. അപ്പൊ ഇവിടെ വരുമ്പോഴാണ് പൊന്നായാലും കുടുക്കനായാലും കുടിക്കായാലും ഷേബിയായാലും ഒക്കെ ഇവർക്ക് ഇപ്പൊ ഇവര് ഒരേ ചേട്ടൻ്റെ അനിയന്മാരെന്നുള്ള ആ ഒരു ഇതില്ല. അവര് കൂടെ പപ്പള് ഷെബി ആയാലും കുടുക്ക് റിജു ആയാലും പൊന്നു ആയാലും കുടുക്കനായാലും കുടിക്കുക. ഇവരൊക്കെ ഒരു അമ്മയ്ക്ക് അച്ഛനുണ്ടായ മക്കളാ എങ്ങനെയാണ് അതേപോലെ. പക്ഷെ അവർക്ക് പോലും ചിലപ്പോൾ ഇത്രയും ഇതാവാൻ പറ്റില്ല. അത്രയും സ്നേഹത്തിലാണ് അവർ പോണത്. അപ്പോൾ ഞാൻ എല്ലാ അർത്ഥത്തിലും ഞങ്ങളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ മാത്രം അത് ഇന്നല്ലെങ്കിൽ നാളെ തീരുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം, സ്നേഹം വേണം, എല്ലാവരും വേണം. പിന്നെ പെൺകുട്ടികളോടൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒളിച്ചോടുന്നത് ഒന്നും ഒന്നിനൊരു സൊല്യൂഷനല്ല. നിങ്ങൾ ഒന്ന് ക്ഷമ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയും. നമ്മുടെ അച്ഛനും അമ്മയല്ലേ 2 തരത്തിലുള്ള അച്ഛനും മക്കളിട്ടെറിഞ്ഞ് കൊണ്ടുണ്ട്, വിഷമിച്ച് കൊണ്ടുണ്ട്, തല്ലി കൊണ്ട അച്ഛനുമുണ്ട്. പിന്നെ നിങ്ങളെ സ്നേഹിച്ച് വളർത്തിയ അച്ഛനമ്മ ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാലോ. നിങ്ങളെ കുട്ടികളെ തൊട്ട് നിങ്ങൾ എങ്ങനെയാണ് വളർത്തി, നിങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഒരു നിമിഷം ആ അച്ഛനമ്മേര് ഇത്രയും വർഷം ഞങ്ങൾക്ക് വേണ്ടി വളർത്തിയ അച്ഛനമ്മേര് ഒരു നിമിഷം അവർക്ക് വേണ്ടി നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് അവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമേ നിങ്ങളോട് ഞങ്ങൾക്ക് പറയുള്ളൂ. ഇന്നത്തെ ഇത്രയുള്ളൂ. ആസ്പത്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഫുഡൊന്നും കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം. ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും നമുക്ക് ഈ പഠിക്കണ കുട്ടികൾ നഴ്സുമാര് ഇവരൊക്കെ ആയാലും യൂട്യൂബ് ചാനൽ എവിടെ പോയാലും അച്ഛനമ്മന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പൊ മലകരയിൽ പോകുമ്പോ ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളാണ്, ഒരുപാട് സ്റ്റാഫുകൾ നമ്മളെ കട്ട സപ്പോർട്ട്. എന്തൊരു കാര്യത്തിന് ചോദിക്കാനായാലും വരും. ഞങ്ങളവിടെ നിൽക്കുന്ന എന്തിന് ക്യാൻറ്റീന് ചായ കുടിക്കാനില്ല മലകരയുടെ എൻ്റെ അവിടുത്തെ ചായക്കട ചായ കുടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ എപ്പോൾ വിചാരിച്ചു ഞാൻ അയ്യോ വിചാരിക്കല്ലേ വേറെ ഉള്ള ഹോസ്പിറ്റലാണ് വിചാരിക്കല്ലേ നിങ്ങളുടെ ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചോളൂ ഞാൻ വിചാരിക്കല്ലേ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അപ്പം അത്രയും അത് നമ്മളൊരു പ്രാവശ്യം കണ്ട് നമ്മളോട് പിന്നെ ആൾക്കാർ നമ്മളെ മനസ്സിൽ നിന്ന് കളയില്ല. അവർ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പാണ്. പിന്നെ ഞങ്ങൾ നെഗറ്റീവ് അവരോട് ഞാൻ ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല, ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് അങ്ങനത്തെ ആൾക്കാർ 1-2 കണ്ടു നോക്കി ഓട്ടക്കണ്ടിട്ട്. പിന്നെ ഒരു തലയിലൊരു വലിയൊരു പൂവ് വെച്ചിട്ടൊരു കുട്ടി നടത്തിയ ചെമ്പരത്തി പൂവ് വരച്ച പൂവ് കാഷ്വലിറ്റിയിലുള്ളതാ. അങ്ങനെ എല്ലാം പറഞ്ഞ കുറച്ച് ആൾക്കാര് പറഞ്ഞ ഈ 5 പേരില് 5 തരല്ലേ.
പിന്നെ ഞാൻ പറയാ അത് മാത്രല്ല കേട്ടോ. അപ്പൊ അസിസ്റ്റന്റ് ഡോക്ടർമാര് പിള്ളേരായാലും ഒക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നമുക്ക് മലങ്കരയ്ക്ക് തീരെ ടച്ചോ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പോവാത്തൊരു ഹോസ്പിറ്റലിൽ അച്ഛനെ കൊണ്ടുപോകുമ്പോ നമുക്ക് വേറെ പോയാണെങ്കിൽ പിന്നെ ഇതായി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടി വരാൻ കുറെ പിള്ളേരുകളുണ്ട്, അവിടുത്തെ നേഴ്സുമാരായാലും ഓടി വരായിട്ട് നമുക്ക് പറയാം, നമുക്ക് പറഞ്ഞാൽ ചെയ്തു തരാം. നല്ല സപ്പോർട്ടായിട്ടുള്ള അപ്പൊ അവിടുത്തെ മാനേജ്മെന്റും ഒക്കെ ബില്ല് കിട്ടാനൊന്നും വേണ്ട, നമ്മൾ ഡിസ്ചാർജ് പോരാ. പിന്നെ ബില്ല് ഗൂഗിൾ പേ എപ്പോഴെങ്കിലും 2 ദിവസത്തിനുള്ളിൽ അടച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബന്ധം കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ട്. പോട്ടെ, ഇത്രയും പറഞ്ഞു നിർത്തണം. എല്ലാവരുടെ സപ്പോർട്ടും സഹകരണം ഒക്കെ വേണം. അവിടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ തോന്നി ഡോക്ടർ ബോധീനെ. സൂപ്പറാണ്, ബോധി സണ്ണി സൂപ്പറാണ്. ബൈ.